കുമാര കണ്ണീരുള്ളിലൊതുക്കി. മഞ്ജു വാര്യറിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അത് മഞ്ജു വാര്യറിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പാട്ടാ. അത് മഞ്ജു വാര്യറിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. പേരൊന്ന് പറയാമോ? പേര് പറയാം. ചേച്ചി, ഈ പാട്ടൊക്കെ എഴുതുന്ന ഒരു ഗീത എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ വീട് എവിടെ? ആ ചേച്ചിയുടെ കൊണ്ട് ഇല്ല വിടാം, ഒന്ന് കാണിച്ചു തരാമോ? വരുവാണേ. അപ്പൊ ആ ചേച്ചിയുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ ചേച്ചി ഈ പാട്ടൊക്കെ നന്നായിട്ട് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതേ വാങ്ങി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഭയങ്കര കഴിവുള്ള ഒരാളിനെയാണ്. പേര് ഗീത എന്നാണ്. സ്ഥലം അങ്ങാടിക്കലാണ്, കൊടുമൺ അങ്ങാടിക്കൽ. ഇതേത് പഞ്ചായത്താ? കൊടുമൺ പഞ്ചായത്ത്. അതെ, കൊടുമൺ പഞ്ചായത്ത് തന്നെയാണ്. ചേച്ചി ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പക്ഷേ പുറം ലോകം അറിയുന്നില്ല എന്ന ഒരു സങ്കടമുണ്ട്. അപ്പം ചേച്ചിയോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി ഗുരുദേവന്റെ പാട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു 2 ലൈൻ ഒന്ന് പാടാൻ പറ്റുമോ? ഗുരുദേവന് എൻ പ്രണാമം എന്നൊരു പാട്ടുണ്ട്. ശിവഗിരി മഠത്തിൽ വിശ്രമിക്കും ഗുരുദേവന് എൻ പ്രണാമം. അളവില്ലാതറിവു പകർന്നു തന്നു, അതിലേറെ സ്നേഹം പകുത്തു നൽകി. ഈ പാരിൽ വന്ന് നന്മകൾ ചെയ്ത പുണ്യാത്മാവിന് എൻ പ്രണാമം. ഗുരുദേവന് എൻ പ്രണാമം. ശിവഗിരി മഠത്തിൽ വിശ്രമിക്കും ഗുരുദേവന് എൻ പ്രണാമം. അലകടലിളകുമാറ് ദുരിതവും അതിലേറെ ദുഃഖവും അനുഭവിച്ചു. ഉള്ളിൽ തെളിച്ച ദീപം അണയാതെ ഇന്നും ഞങ്ങൾ കൊളുത്തിവച്ചു. ഗുരുദേവന് എൻ പ്രണാമം. ചേച്ചി, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എൻ്റെ അടുത്തുള്ള കൂട്ടുകാരാണല്ലേ? ഓക്കെ. ചേച്ചിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവള് ഞങ്ങളുടെ കൂട്ടുകാരിയാണ്. ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പിലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്ത് കാര്യത്തിന് വിളിച്ചാലും. പിന്നെ നമ്മൾ പാട്ടൊക്കെ എഴുതാൻ എപ്പോഴും ഞങ്ങളോട് പറയും, ഞാൻ പാട്ടെഴുതും, നിങ്ങളാരും എൻ്റെ പാട്ട് ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ലൈക്ക് തരണേ, ഒന്ന് ഷെയർ ചെയ്യണേ, 4 പേര് അറിയട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വെച്ച് ഗുരുദേവനെ പറ്റിയൊക്കെ പാട്ടെഴുതി സ്കൂളിൽ SNDP ശാഖയിൽ അറിയിച്ചു. അവർ പാട്ട് പിന്നെ ഫേസ്ബുക്കിലിട്ടു. അങ്ങനെയൊക്കെ ചെറിയ സന്തോഷമൊക്കെ അതിൽ കൂടെ അവൾ വരുന്നുണ്ട്. എന്നാലും പാട്ടുകൾ എഴുതുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബശ്രീ പാട്ട് പാടും. തൊഴിലുറപ്പിൻ്റെ അവിടെ ഇന്ത്യയിലൊക്കെ എവിടെ അവസരം കിട്ടുന്നിടത്ത്, ചെറിയ ചെറിയ അവസരമൊക്കെ കിട്ടുന്നിടത്തൊക്കെ ഞങ്ങൾ പാടാനെ കൊണ്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ തന്നെ അവൾക്കൊരു വിഷമമുണ്ട്, എന്നെപ്പറ്റി ആരും അറിയുന്നില്ല, ഞാൻ ഇങ്ങനെ പാട്ട് എഴുതുന്നുണ്ട്, നിങ്ങളാരും എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം പുള്ളിക്കാരിക്കുണ്ട്. ഞാൻ 1998 ആദ്യമായിട്ട് ഗാനം എഴുതിയത്. 1998 എഴുതാൻ തുടങ്ങിയതാണ്. അന്ന് എനിക്ക് നല്ല സുഖമൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ വിഷമിച്ച് ഞാൻ പാട്ട് എഴുതി. ഒരു 5-6 പാട്ടോളം എഴുതി. ആ ബുക്കും ആ പാട്ടും ഒക്കെ നഷ്ടപ്പെട്ട്. പിന്നെ 2018 ശബരിമല സ്ത്രീ പ്രവേശനം, പ്രളയം, അങ്ങനെ ഒരു വിഷമഘട്ടം വന്നപ്പം ഞാനിങ്ങനെ ഒന്ന് വിഷമിച്ച സമയത്ത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ അയ്യപ്പസ്വാമിയുടെ പുനർജനി എന്നും പറഞ്ഞ് 4 പാട്ട്, പിന്നെ അയ്യപ്പസ്വാമിയെക്കുറിച്ച് വേറെ പുനർജനി എന്ന് പറഞ്ഞ് 4 പാട്ടും, പിന്നെ 2-3 പാട്ടുകൂടെ എഴുതിയിട്ടുണ്ട്. അപ്പം വിഷമം വരുമ്പോഴാണ് കൂടുതൽ പാട്ട് എഴുതുന്നത് അല്ലേ? വിഷമം വരുമ്പോഴാണ് പാട്ട്. അപ്പം പാട്ട് എഴുതുമ്പോൾ അതങ്ങ് മാറുമോ? അല്ല, അന്നേരം ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഞങ്ങൾ 4. അച്ഛൻ മരിച്ചു. അച്ഛനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അച്ഛൻ മരിച്ച് 2 മാസം കഴിഞ്ഞ് എനിക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് ആ സങ്കടങ്ങൾ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്ന്
അച്ഛനെ നാട്ടി ഇവിടെ ഇങ്ങനെ അടക്കിയത്. അപ്പോൾ അച്ഛന് ആ വിഷമം പറഞ്ഞപ്പോൾ നല്ല മഴ ഇങ്ങനെ വെള്ളം ഒഴുകി ഇതുവഴി ഇങ്ങനെ വന്ന് എനിക്കാണെങ്കിൽ ടൂറൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും കടലിൽ ഞാൻ പറയും നമുക്ക് കടലിൽ ഇപ്പോൾ അപ്പോൾ ഈ തിരമാലയൊക്കെ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ പിന്നെ വിഷമിച്ചിരുന്ന സമയത്ത് അന്ന് രാത്രി അച്ഛനെ ഞാൻ സ്വപ്നം കണ്ട്. എൻ്റെ അച്ഛൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഭൂമി ദേവിയെ തൊട്ട് സൂര്യനെയും ചന്ദ്രനെയും വണങ്ങി ഒക്കെ അച്ഛൻ രാവിലെ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി കടലിൽ ചെന്ന് വീണ് തിരമാല വരുന്നത് എൻ്റെ അച്ഛൻ്റെ പാദത്തിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കണ്ട് അത് വെച്ചൊരു പാട്ട് എഴുതി. ആ പാട്ടൊന്ന് പാടാമോ? തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ കാലം കൊളുത്തിയ ദീപം കെടുത്താൻ മനുഷ്യന് ആകുമോ? ആ ദീപം തെളിച്ച പ്രഭയില്ല എങ്കിൽ ലോകമെന്താകുമേ? തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ കിഴക്കുതിരി തെളിച്ചു അത് സൂര്യദേവനായി പടിഞ്ഞാറ് തിരി തെളിച്ചു അത് ചന്ദ്രദേവനായി ഞാനോ കൊളുത്തിയില്ല തിരി നീയോ കെടുത്തിയില്ല ആരുടെ മായയാണോ ഇത് ആരുടെ മായയാണോ? തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ മാനം പൂത്തു വിരിഞ്ഞു അതു താരകളാണല്ലോ ഈ മണ്ണിൽ പൂത്തു വിരിഞ്ഞു പല പൂകളാണല്ലോ തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ കാറും കോളുമായി മാനം കറുത്തുവല്ലോ ഈ മണ്ണിൽ വന്നു പതിച്ചത് മഴത്തുള്ളികളാണല്ലോ തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ ഒത്തൊരുമിച്ചുകൂടി പടിഞ്ഞാട്ടൊഴുകിയല്ലോ അവർ നേരിൻ്റെ നേർവഴിയേ കടലിലുമെത്തിയല്ലോ തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ കടലമ്മ കള്ളിയെന്ന് നാം ചെന്നു ചൊല്ലിയാൽ തിരമാലകളായി വന്ന് എൻ്റെ പാദത്തെ പുൽകുമല്ലോ തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ അതു മുജ്ജന്മ സ്നേഹമല്ലേ ഈ ജന്മ പുണ്യമായി നമ്മളെ പുൽകിയവർ ദൂരെ മറഞ്ഞതല്ലേ തകതിന്തിമി 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 തെയ്താരോ തകതിന്തിമി തിന്തിമി 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 തെയ്താരോ കിഴക്കുതിരി തെളിച്ചു അത് സൂര്യദേവനായി പടിഞ്ഞാറ് തിരി തെളിച്ചു അത് ചന്ദ്രദേവനായി. നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. സൂപ്പർ വരികളാണ് കേട്ടോ, നല്ല സൂപ്പർ വരികളാണ്, നല്ല പാട്ടാണ്, വെറുതെ പറയുന്നതല്ല, നല്ല പാട്ടാണ്. അതേപോലെ അയ്യപ്പസ്വാമിയെ കുറിച്ചൊക്കെ നല്ല പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയാം, നല്ല 2 വരി ഒന്ന് പാടാമോ? 2018 ശബരിമല സ്ത്രീ പ്രവേശനം അന്ന് പിന്നെ ഭക്തരെല്ലാം ഒരുപാട് വിഷമിച്ച് അന്ന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ അയ്യപ്പസ്വാമിയുടെ പുനർജനി എന്ന 4 പാട്ട് അയ്യപ്പസ്വാമിയുടെ ആഗ്രഹപ്രകാരം എഴുതിയെന്ന് പറയാൻ. എനിക്ക് പാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ അതാണ് എനിക്ക്. അന്ന് അയ്യപ്പസ്വാമി
ഭക്തരെ ഓർത്ത് വിഷമിച്ച പുനർജനി എന്ന 4 പാട്ടിൽ ഒരു പാട്ടുണ്ട്. പന്തള രാജകുമാര കണ്ണു നിറഞ്ഞതെന്തിനാണ്, പന്തള രാജകുമാര കണ്ണീരുള്ളിലൊതുക്കിയതെന്തിനാണ്, പന്തള രാജകുമാര കണ്ണു നിറഞ്ഞതെന്തിനാണ്, പന്തള രാജകുമാര കണ്ണീരുള്ളിലൊതുക്കിയതെന്തിനാണ്, പ്രാണനിൽ പ്രാണനാം എൻ പ്രിയ ഭക്തർ തൻ മാനസം നൊന്തതു കൊണ്ടാണ്, ആ മാനസം ഞാനിന്ന് കാണാതെ പോയ. ചേച്ചി വേണ്ട മതി, വളരെ നല്ല പാട്ടാണ്, നന്നായിട്ട് പാടി മതി. നല്ല പാട്ടാ. കരച്ചില. ഇത് അയ്യപ്പസ്വാമിക്ക് കൊടുത്ത ഒരു പാട്ട് പോലെയാണ് ഇപ്പം നമ്മളിത് കേട്ടത്. കാരണം ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. പാട്ട് എഴുതാനൊരു അയ്യപ്പൻ്റെ ഒരു പടവാ, അത് ഞാൻ എടുത്തോണ്ട് വന്നു കാണാം. ഓക്കെ കൊണ്ടോ. ആ പാട്ടിൽ ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താലാണ് എനിക്ക് പാട്ട് എഴുതാൻ ഭാഗ്യമുണ്ടായത്. മോഹൻലാലിന് മതിയോ? മോഹൻലാൽ സാറിന് കൊടുക്കാം. കൊടുക്കണോ പ്രണവ് മോഹൻലാലിന് കൊടുക്കണോ പാട്ട്? മോഹൻലാൽ ആ പാട്ട് അത് സിനിമയിലാക്കുവാണെങ്കിൽ സിനിമയിലാക്കാൻ വേണ്ടിയാ? സിനിമയിൽ പറയടി. അത് പറയേ. സിനിമയിൽ പാട്ട് കൊടുക്കണം. ഇപ്പൊ എന്താ പറഞ്ഞേ? എങ്ങനെ? അതാ നിധി പറഞ്ഞത് അന്നേരമായിരുന്നു. അതാ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്താണ് ആ ആഗ്രഹം? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജു വാര്യറിന് വേണ്ടി ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് മഞ്ജു വാര്യറിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാൽ സാറിനും കുഞ്ചാക്കോ ബോബനും ഓരോ പാട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ജു വാര്യറിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അത് മഞ്ജു വാര്യറിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പാട്ടാണ്. അത് മഞ്ജു വാര്യറിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. പേരൊന്ന് പറയാമോ? പേര് പറയാം. എന്തുവാ? പോയ നാളുകൾ എന്നാണ് എൻ്റെ പേര്. പാട്ട് തുടങ്ങുന്നതും പോയ നാളുകളിൽ മഞ്ജുവാറിന് മാത്രമേ കൊടുക്കുള്ളൂ. ഞങ്ങളെ ഒന്നും പാടിക്കേൽപ്പിക്കത്തില്ല. ഈ 7ാം വാർഡിലെ ഹരിതകർമ്മ സേനകൾക്ക് ഗീത ചേച്ചിയെ കുറിച്ച് പറയാനുള്ളത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഗീത ചേച്ചി അറിയാമോ? പിന്നെ നല്ലപോലെ അറിയാം. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ കുടുംബശ്രീയിലെ അംഗമാണ്. എല്ലാത്തിനും പുള്ളി ഇപ്പോൾ ഗുരുദേവനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിലുള്ള കവിത സ്വന്തമായിട്ട് എഴുതി നല്ല രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന നന്നായിട്ട് എഴുതും ഇല്ലേ? നിമിഷ നേരം കൊണ്ടാണ് എഴുതിച്ച് പാടും എല്ലാം ചെയ്യുന്നത്. നല്ല നല്ലൊരു കഴിവുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരും ആ ചേച്ചിയെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും പുള്ളിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. മിടുക്കിയാണ്. നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ ഗീത കെ എന്ന് ടൈപ്പ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ചേച്ചിയെ കാണാം. ചേച്ചി എഴുതിയ പാട്ടുകൾ കാണാം. ചേച്ചി എഴുതിയ പാടുന്നത് നമുക്ക് കേൾക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചേച്ചിയെക്കുറിച്ച് നമുക്ക് ആ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഷെയർ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചേച്ചിയെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കാണാം. ആ ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ എല്ലാ സപ്പോർട്ടും ഈ ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. നമുക്ക് എന്നാൽ വൈൻഡപ്പ് ചെയ്യാം.